ഹായ് ഹായ് ഹായ്. സത്യം പറഞ്ഞാൽ ഇവിടെ ജീവിക്കുന്നവരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും ഇത് നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ കൈയും കാലൊക്കെ ഇങ്ങനെ മരവിച്ച് പോകുന്ന ഒരു തണുപ്പാണ് കേട്ടോ. ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ അർമേനിയയിൽ വന്നിട്ടേ ഈ മഞ്ഞ് വീണ് കിടക്കുന്ന കണ്ടിട്ടുള്ളതല്ലാതെ ഈ മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടില്ലായിരുന്നു. ഇത് നോക്കി, ഇത് കണ്ടോ, നമ്മുടെ റൂമിൻ്റെ അടുത്തെല്ലാം ഫുള്ള് ഇതാ ഇങ്ങനെ മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെറുതായിട്ടൊന്നുമല്ല, നല്ല ശക്തിയായിട്ട് തന്നെയാണ് മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യമായിട്ട് കണ്ടപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസാണ്. കാര്യം നമ്മുടെ നാട്ടിൽ മഴ മാത്രം കണ്ടിട്ടുള്ള നമ്മൾ ഈ മഞ്ഞ് കാണുമ്പോൾ എന്തായാലും ആദ്യമായിട്ട് എത്ര കുറ്റം പറയുന്നവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഈ മഞ്ഞ് കാണുമ്പോൾ അത് എന്താ പറയേണ്ടത്. ഇതേ കണ്ടില്ലേ, തണുപ്പുണ്ടെന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ട്. പക്ഷേ -ഡിഗ്രി അല്ല കേട്ടോ, -ഡിഗ്രി അല്ല, ഇപ്പോൾ +ഡിഗ്രിയാണ്. 2 ഡിഗ്രിയാണ് കാണിക്കുന്നത്. പക്ഷേ മഞ്ഞ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്, നല്ല രീതിക്ക് മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നത്. അതാ കണ്ടില്ലേ. ഇതാണ് നമ്മുടെ അക്കോമഡേഷൻ, നമ്മുടെ റൂമാണ്. കണ്ടിട്ട് വലിയ കെട്ടിടമൊക്കെ അല്ലേ, പക്ഷേ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ഒരു അറ്റാച്ച്ഡ് ബാത്റൂം പോലും ഇല്ല ഇതിനകത്ത്. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. എന്തായാലും നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം, മഞ്ഞ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, ഇവിടെ കംപ്ലീറ്റ് മഞ്ഞ് വീണിരിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ ശക്തിയായിട്ട് ഇതാ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും കുറച്ച് റോഡിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം എന്തായിരിക്കും ഇവിടുത്തെ ഒരു അവസ്ഥ എന്നുള്ളത് കാണാം. പക്ഷേ എന്താ പറയുക, ഈ കൈയും കാലൊക്കെ ഇങ്ങനെ മരവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ തോന്നും. അത്ര നല്ല മനോഹരമാട്ടോ ഈ മഞ്ഞ് വീഴ്ച എന്ന് പറയുന്നത്. ഞാൻ പോയി കയ്യിൽ ഗ്ലൗ ഒക്കെ എടുത്തിട്ട് കേട്ടോ, ഇത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല തണുപ്പ്. നല്ല കൈയൊക്കെ ഇങ്ങനെ മരവിച്ച് പോവാണ്. എന്തായാലും റൂമിൽ ഇരിക്കാനായിട്ടൊരു ഉദ്ദേശവും ഇല്ല, ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടക്കുക, ഇതെല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ആകെ കിട്ടുന്നൊരു ഭാഗ്യം ഇതൊക്കെ തന്നെയാണ്. ഇതേ എയർപോർട്ടാണ് കേട്ടോ അവിടെ. പക്ഷേ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. നല്ല മഞ്ഞ് വീഴ്ച ആയതുകൊണ്ട് എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയില്ല. എങ്ങനെയാണ് ഈ ഫ്ലൈറ്റൊക്കെ വന്ന് ലാൻഡ് ചെയ്യുന്നതെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അത് കണ്ടില്ലേ, ഇവിടെ ഒന്നും നേരത്തെ ഇന്ന് രാവിലെ മുതൽ ഒരു മഞ്ഞും ഇല്ലായിരുന്നൊരു സ്ഥലമാണ്. പെട്ടെന്നാണ് അർമേനിയയിലെ കാലാവസ്ഥ മാറുന്നത്. നമ്മൾ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, നടക്കുമ്പോൾ തെന്നുന്നുണ്ട്. നമ്മുടെ ഈ ഷൂ ഒന്നും ഇവിടുത്തെ ഈ വിൻ്ററിന് പറ്റിയതല്ല. വിൻ്റർ ഷൂ ഒക്കെ വാങ്ങാൻ കിട്ടും, ഒന്നും വാങ്ങിച്ചിട്ടില്ല. നമുക്ക് നടക്കേണ്ടി വരുന്നില്ലായിരുന്നു, എല്ലാം ബസ്സിലല്ലായിരുന്നു യാത്ര ചെയ്യുന്നത്. അധികം നമ്മൾ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്, അതുകൊണ്ട് നടക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇവിടൊക്കെ ഇതുവരെ മഞ്ഞില്ലാത്തതുകൊണ്ട് ഞാനും ആ വിൻ്റർ ഷൂവിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇതാ നോക്കി, നമുക്ക് എന്തായാലും റോഡ് വരെ ഒന്ന് പോയി നോക്കാം, നമ്മുടെ മാർക്കറ്റിൻ്റെ അടുത്തൊക്കെ പോയി നോക്കാം എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ എന്നൊക്കെ ഒന്ന് അറിയാമല്ലോ. മഴ പെയ്യുന്നത് പോലെ മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇതേ കാറിനകത്ത് ഗ്ലാസ്സൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കുകയാണ്. ആളുണ്ട് അതിൽ. അങ്ങനെ നമ്മളിവിടെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓരോ യാത്രയെ സ്നേഹിക്കുക, നമ്മൾ ഓരോ യാത്ര ഓരോ അനുഭവങ്ങളാണ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ കാര്യങ്ങൾ, ഞാൻ എന്തായാലും ഒരു 4 മാസം കഴിയുമ്പോൾ ഞാൻ ഈ നാട്ടിലേക്ക് പോകും, 1 വർഷം ആവുകയാണ്. പക്ഷേ എനിക്ക് പല ഓർമ്മകൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം, ഓരോ അനുഭവങ്ങൾ വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കംപ്ലീറ്റ് യാത്ര ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുക. ഇതേ തിരിച്ച് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇവിടെ 2 കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വാട്ട് ഈസ് യുവർ നെയിം? അനു നെയിം? Marietta. Wow. Du? Stefan. Wie? Stefan. Wow. Apres. നമ്മൾ നേരത്തെ കണ്ട സ്ഥലം കേട്ടോ. 10-15 മിനിറ്റ് കൊണ്ട് നോക്കി ഇവിടെ നല്ല രീതിക്ക് മഞ്ഞ് വീണിട്ടുണ്ട്. ഇതേ കുട്ടികളൊക്കെ ഇവിടെ കളിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇവർ ഈ മഞ്ഞ് വെച്ചിട്ട് എന്തൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഹലോ, ഇവർക്കൊന്നൊരു പ്രശ്നമില്ല. നോക്കി, ഇത്രയും മഞ്ഞത്ത് നിന്ന് കളിക്കുക, അവർ സന്തോഷത്തോടെ നിന്ന് കളിക്കുക. ഇവർക്ക് എല്ലാ വർഷവും ഇങ്ങനെ മഞ്ഞ് വരുന്നതല്ലേ, അപ്പോൾ ഇവർക്ക് ഇതൊന്നൊരു വലിയൊരു പുത്തരിയായിട്ട് തോന്നുന്നില്ല. എന്തായിരിക്കും ഇവരുണ്ടാക്കുന്നത്? ഈ കുഞ്ഞ് കണ്ടോ, മഞ്ഞ് വെച്ച് എന്തോ ഇവിടെ ഒരു കാര്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഹലോ, സേ ഹായ് ഹായ് ഹായ്. എനിക്ക് ഇപ്പോഴാണ് പിടികിട്ടിയത്. ഇവർ ഈ മഞ്ഞ് വെച്ച് ഉണ്ടാക്കുന്നത് സ്നോമാനാണ്. വലിയൊരു സ്നോമാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. അതിൻ്റെ പരിപാടിയിലായി കുട്ടികൾ. എനിക്ക് ഇവരെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ എനിക്കിതിൻ്റെ ഒരു ABCD അറിയില്ല. എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ട് ഞാൻ. എന്തായാലും ഇവരുടേത് എങ്ങനെ ആവും നോക്കട്ടെ. ഇവിടെ നല്ല സ്ലിപ്പാവുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ നിൽക്കുന്ന ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ മുകളിലാണ്. ഇവിടെയൊക്കെ സ്ലിപ്പാകുന്നുണ്ട്. തൊട്ടടുത്ത് നിൽക്കുന്നതെല്ലാം ഈ ആപ്പിൾ മരങ്ങളാട്ടോ. ഇവിടെ നിൽക്കുന്ന ഇതെല്ലാം ആപ്പിൾ മരം, പിന്നെ ആപ്രിക്കോട്ട്, പിന്നെ നമ്മുടെ നാട്ടിലെ സബർജില്ലി ഇല്ലേ, ആ മരങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഈ ഇലകളെല്ലാം ഈ സ്വിമ്മിംഗ് പൂളിലാണ് വന്ന് വീണ് കിടന്നത്. അതെല്ലാം അങ്ങനെ തന്നെ കിടപ്പുണ്ട്. അപ്പോഴതെല്ലാം ഇപ്പോൾ ഐസ് കെട്ടായിട്ടുണ്ട്. താഴെ ഈ വെള്ളം കുറച്ചുണ്ടെങ്കിൽ എല്ലാം ഐസായിട്ടുണ്ട്. അയ്യോ, ഇത് നല്ല തണുപ്പാണല്ലോ. ഞാൻ ഒരു കയ്യിലേ ഗ്ലൗ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇത് നല്ല തണുപ്പാണ് കേട്ടോ. എനിക്ക് എന്തായാലും സ്നോമാനൊന്നും ഉണ്ടാക്കണം, ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇവരുടെ എന്താവും നോക്കട്ടെ, എന്നിട്ട് ഞാൻ ഒരു ചെറിയൊരു സ്നോമാനെ സെറ്റ് ചെയ്യാം. അടുത്തതായി ഇവരുടെ സ്നോമാന് കണ്ണും മൂക്കും ചെവിയൊക്കെ വെച്ച് കൊടുക്കുന്നൊരു ചടങ്ങാണ്. അതിൻ്റെ പരിപാടികളാണ് കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ഈ ചെറിയ ചെടിയുണ്ടല്ലോ, അതൊക്കെ ഒടിച്ച് തന്നെയാണ് ഇതിൻ്റെ കണ്ണൊക്കെ സെറ്റ് ചെയ്യുന്നത്.
കൊള്ളാം. ചെറിയ ചെറിയ ഈ കായ്കളൊക്കെ വന്ന് നിൽപ്പുണ്ട്. അതൊക്കെ ഒഴിച്ചിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാ ഒരു ചെവി റെഡി ആയിട്ടുണ്ട്. ദേ നമ്മുടെ സ്നോമാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ദേ രണ്ടാമത്തെ ചെവി റെഡിയായി. ഇപ്പോൾ ചെറിയ ലുക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ട് ആളൊരു കലാകാരിയാണെന്ന് തോന്നുന്നു കേട്ടോ. കറക്റ്റായിട്ട് ആ ചെവിയുടെ ഷേപ്പൊക്കെ കണ്ടോ, ആ കൈ വെച്ചിങ്ങനെ ഉരച്ച് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ വെക്കുകയുള്ളൂ എന്നുള്ളൊരു വാശിയിലാണ്. മതി മതി വെച്ചോ അടിപൊളിയായിട്ടുണ്ട്. ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ല കേട്ടോ. ഇവർ സംസാരിക്കുന്ന അർമേനിയൻ ലാംഗ്വേജാണ്. ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല. എന്തായാലും ഇവിടുത്തെ സ്കൂളുകളിൽ ഇംഗ്ലീഷൊന്നും പഠിപ്പിക്കുന്നില്ല എന്ന് തോന്നുന്നു. പലർക്കും അറിയില്ല ഇംഗ്ലീഷ്, ഇവിടുത്തെ ലാംഗ്വേജ് തന്നെയാണ്. എന്തായാലും ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെടുത്തിട്ട് വെക്കാനായിട്ട് പോവുകയാണ്. കലാകാരിയുടെ മനസ്സിൽ എന്തോ ഒരാശയം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇതിൻ്റെ ഒരു വർക്ക്. എന്തോ ഒരെണ്ണം കുറഞ്ഞു പോയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. പിടികിട്ടി. നമ്മുടെ സ്നോമാന് കൈയൊക്കെ വേണ്ടേ? എന്തായാലും കാലില്ല, കൈയെങ്കിലും കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ. അതായത് കൈ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടുത്തെ ഈ മരത്തിൻ്റെ ചില്ലകളൊക്കെ ഒടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കൈയുടെ കുറേ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സുന്ദരനായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഇവരിത് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇവരുടെ മുഖത്ത് ആ സന്തോഷം കണ്ടോ, നല്ല രസമുണ്ട്. ഇവർക്കിന്ന് സ്കൂളില്ല, നല്ല മഞ്ഞ് വീഴ്ചയായതുകൊണ്ട് ഇന്ന് സ്കൂളൊക്കെ അവധിയാണ് ഇവിടുത്തെ. നമ്മൾ സംസാരിച്ച് നിന്നൊന്നും അറിഞ്ഞില്ല, കുറച്ച് മഞ്ഞ് വീഴ്ച, കുറച്ച് അധികമായിട്ടുണ്ട്. നല്ല മഞ്ഞ് വീഴ്ച ആയിട്ടുണ്ട് കേട്ടോ, കൂടിയിട്ടുണ്ട് ഇപ്പോൾ. എന്തായാലും നല്ലൊരു ആംബിയൻസിൽ, പുറത്ത് ഈ ഒരു ആംബിയൻസിൽ ഈ കുട്ടികളോട് ഉണ്ടായപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. ഞാനിതൊക്കെ ഒറ്റയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. വേറെ ആരുമില്ല, എല്ലാവരും റൂമിൽ തന്നെയാണ്. നല്ല തണുപ്പായതുകൊണ്ടാണ് ആരും ഇറങ്ങാത്തത്. പക്ഷേ ഞാൻ ഈ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഇങ്ങനെയുള്ളതൊക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ എന്തായാലും എന്തുണ്ടെങ്കിലും ഞാൻ എപ്പോഴും പുറത്ത് പോയി ഓരോ ഫോട്ടോസ് വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ മഞ്ഞും കൂടെ വീണപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങളെയും കൂടെ കണ്ടപ്പോൾ എന്തായാലും ഒരുപാട് ഹാപ്പിയായി. കംപ്ലീറ്റ് ഫിനിഷ് ഷുവർ. അങ്ങനെ അത് ഇവരുടെ സ്നോമാൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതിനിടയിൽ ഞാൻ ഒരു ചെറിയൊരു സ്നോമാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇവർ പറയുന്നത് ഹാരി പോട്ടറിനെ പോലെ ഉണ്ടെന്നാണ് പറയുന്നത്. വീഡിയോ റെക്കോർഡ് ഹാരി പോട്ടർ. അങ്ങനെ ഞാൻ ഈ കുഞ്ഞുങ്ങളോട് യാത്രയൊക്കെ പറഞ്ഞു അവരായിട്ടൊന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ എന്തായാലും കുറച്ച് നേരം കൂടി ഈ മഞ്ഞിലൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് തിരിച്ച് റൂമിലേക്ക് പോയി. സത്യം പറഞ്ഞാൽ മനസ്സിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ വേദനകൾ, ചിന്തകൾ, ആവശ്യമില്ലാത്ത വെറുതെ ചിന്തിച്ച് കൂട്ടുന്ന കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ ഈ പ്രവാസ ലോകത്ത് വന്നിട്ട് നമുക്ക് ജോലിയും കാശും ഉണ്ടെങ്കിൽ അതിനപ്പുറം നമുക്കുണ്ടാകുന്നത് നമ്മുടെ നാട്ടിലുള്ളവരെ കുറിച്ചുള്ള ചിന്തയും ഓരോ വേദനകളൊക്കെയാണ്. നമ്മൾ എന്ന് രക്ഷപ്പെടും, നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ്. വെറുതെ അങ്ങനെയുള്ള ചിന്തിച്ച് ഇങ്ങനെ നമ്മുടെ മനസ്സിനെ തന്നെ വേദനിപ്പിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള പുറത്തേക്കൊക്കെ ഇറങ്ങി ഇങ്ങനെയുള്ള ചെറിയ കാഴ്ചകളൊക്കെ നമുക്ക് കുറച്ചെങ്കിലും ഒരു സന്തോഷം തരുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലുത്. ഇങ്ങനെയുള്ള പുറത്തേക്ക് യാത്ര ചെയ്യുക, പ്രകൃതിയെ നമ്മൾ ഈ കാണുന്ന പ്രകൃതിയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ഈ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ, അത് മാക്സിമം നമ്മൾ കണ്ട് അത് ആസ്വദിക്കുക. നമുക്ക് ഓരോ അനുഭവങ്ങളായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഞാനിവിടെ ആസ്വദിക്കുന്ന ഒരേ ഒരു കാര്യം ഇതൊക്കെ തന്നെയാണ്. എന്തായാലും ഞാൻ നാട്ടിൽ പോകുന്നതിനും ഇവിടെ എല്ലാം പോയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ചാനൽ എന്തായാലും ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ.